മത്സരത്തിൽ പങ്കെടുക്കേണ്ട സ്ത്രീകൾ എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരും. ആ, നമ്മളെ വിളിക്കുന്നു. വാ വാ. ഭാര്യമാരോടുള്ള ചോദ്യം ചോദിക്കാം. ആദ്യം ടെസ. അടുത്ത ചോദ്യം ശ്രീപത്മയോടാ. ഇനി മീനാക്ഷി. കാർത്തിക് സാറിന് ഞങ്ങൾ കൊടുത്ത ചോദ്യം ഇതായിരുന്നു. അതിന് അദ്ദേഹം ഉത്തരവും തന്നു. പെട്ടെന്ന് കാർത്തിക് സാറിന്റെ ഒരു മുൻ കാമുകി നിങ്ങളുടെ വീട്ടിൽ വന്ന് കുറച്ചു നാളത്തേക്ക് അവിടെ താമസിക്കാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങളുടെ ഭാര്യ സമ്മതിക്കോ? അവർ സമ്മതിച്ച എന്തായിരിക്കും അതിനുള്ള കാരണം? സമ്മതിച്ചില്ലെങ്കിൽ അതിനുള്ള കാരണം എന്താ? ഇനി കാർത്തിക് സാർ നൽകിയിട്ടുള്ള ഉത്തരം എന്തായിരിക്കുമെന്ന് എന്റെ ഭർത്താവ് അതിന് പറഞ്ഞ ഉത്തരം ഞാൻ സമ്മതിക്കുമെന്നായിരിക്കും. അതെ, ഞാൻ സമ്മതിക്കും. കാരണം എൻ്റെ ഭർത്താവിൻ്റെ കഴിഞ്ഞ കാലം എന്തായിരുന്നാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ 100% സ്നേഹവും കരുതലും വാത്സല്യവും എന്നോട് തന്നെയാണ്. നോ ഡൗട്ട് ഞാനും എൻ്റെ കുഞ്ഞും അടങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ ലോകം. ഈ മത്സരത്തിലും മീനാക്ഷി കാർത്തിക് വിജയിച്ചിരിക്കുന്നു. കാർത്തിക് സാർ പറഞ്ഞ ഉത്തരവും ഇത് തന്നെയായിരുന്നു. എല്ലാ മത്സരത്തിലും ഇവള് വിജയിക്കുവാണല്ലോ. അണയാൻ പോകുന്ന വിളക്ക് ആളി കത്തുവല്ലോ. മീനാക്ഷിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇവർ ശരിക്കും മെയ്ഡ് ഫോർ ഈച്ച് അതർ തന്നെയാ. ഇനി ക്യാമ്പ് ഫയറാ. എല്ലാവരും ക്യാമ്പ് ഫയറിന് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് അവതരിപ്പിക്കണം. അത് നാടകമാവാം, പാട്ടാവാം, മിമിക്രി ആവാം, മോണാക്ടോ ഡാൻസോ എന്തു വേണോ ആവാം. അയ്യോ, ഞാനൊന്നിനുമില്ല. എനിക്ക് ഈ ഡാൻസും പാട്ടും കൂത്തൊന്നും അറിയില്ല. അതൊക്കെ ഞാൻ പഠിപ്പിക്കില്ലേ? ഇവളിനി ജീവനോടെ ആ സ്റ്റേജിൽ കയറില്ല.
ആ മീനാക്ഷി, ഈ പരിപാടി കൂടാതെ ഒരു ഗെയിം കൂടി ഉണ്ടെന്ന് അവിടെ പറയുന്നത് കേട്ടു. ഒരു സർപ്രൈസ് ഗെയിം. അതെന്താ? സർപ്രൈസാ, പറഞ്ഞിട്ടില്ല. ലാത്തിയും തോക്കും എടുക്കുന്ന ഒരു പോലീസുകാരൻ ഒരു ഡാൻസുകാരനായാൽ ശരിയാവൂ മീനാക്ഷി? എന്താ കാർത്തിയേട്ട ഇത്? എന്റെ കാർത്തിയേട്ടൻ വലിയ സുന്ദരനല്ലേ? പകുതി സൗന്ദര്യം, ബാക്കി പകുതി മതി ഡാൻസ്. ധൈര്യമായിട്ടിരിക്കെ, ഞാനില്ലേ കൂടെ. മോളെ കണ്ടില്ലല്ലോ ദേവി. എന്നാല് കാർത്തിമോനെ വിളിച്ചു നോക്കൂ ചേട്ടാ. ആ എന്തൊരൊരുക്ക എന്റെ മീനാക്ഷി. വല്യമാവനാണല്ലോ. ഹലോ വല്യമാവ, നിങ്ങളെന്താ വരാത്തത്? ഞങ്ങളിതാ വരിക വല്യമാവ. ശരി, അവരിപ്പോ വരും. നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. വാ. ഇരിക്കാം. ദേ മീനാക്ഷി, പോവാം. അവരൊക്കെ വെയിറ്റ് ചെയ്യുന്നു. കാർത്തിയേട്ടൻ പോയിക്കോ. ഞാൻ ഒരു മിനുക്ക് പണിയും കൂടെ നടത്തിയിട്ടേ വാഷ്റൂമിലും കൂടെ പോയിട്ടങ്ങ് വന്നേക്കാം. ഓക്കെ. കരച്ചിൽ നിർത്തിയല്ലേ അവള്? മോനെ കാർത്തി, മീനാക്ഷി എവിടെ മോനെ? മീനാക്ഷി അവിടെ മോനെ. ഇപ്പൊ വരും. ആ മോനെ കാർത്തി, അവന് ഇതേരെ വന്നില്ലല്ലോ. ഞാനൊന്ന് വിളിച്ചു നോക്കാം. വിളിക്കും മോനെ. വാതിൽ തുറക്ക.
ആരാ പുറത്തുനിന്ന് വാതിൽ കുറ്റിയിട്ടെ? വാതിൽ തുറക്കാൻ ആരുമില്ലേ? ആരെങ്കിലും ഈ വാതിലൊന്ന് തുറക്ക്. ആരാ പുറത്തുനിന്ന് പൂട്ടിയത്? ആരാ ഇത് പൂട്ടിയത്? വാതിൽ തുറക്കാൻ ആരുമില്ലേ? അയ്യോ, ആരെങ്കിലും ഈ വാതിലൊന്ന് തുറന്നേ. നിലാമഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാം. എന്റെ ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? അയ്യോ, ആരെങ്കിലും ഒന്ന് തുറക്ക്. ആരെങ്കിലും ഈ ഡോറൊന്ന് തുറക്ക്. ഞാൻ അതിനകത്ത് പെട്ടുപോയി. ആരെങ്കിലും ഇതൊന്ന് തുറക്കണേ. ഞാൻ ഈ വാഷ്റൂമിൽ പെട്ടുപോയി. പ്ലീസ് ഹെൽപ്പ് മീ. ആരെങ്കിലും ഈ വാതിലൊന്ന് തുറക്ക്. തുറക്കാൻ. അയ്യോ, ഈശ്വര, ആരെങ്കിലും ഈ വാഷ്റൂം ഒന്ന് തുറന്നു തരുമോ? ഞാൻ ഇവിടെ പെട്ടുപോയി. ശ്ശേ. എന്റെ ദൈവമേ, അടുത്തതായി ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് കാർത്തിക്. അവളെവിടെ? അവള് വന്നിട്ട് ഇവിടെ ഡാൻസ് നടക്കും. അവള് വാഷ്റൂമിലെ ലോക്കാണെന്ന വിവരം ഇവിടെ ആരെങ്കിലും അറിയുന്നുണ്ടോ? വിളിച്ചിട്ട് എടുക്കുന്നില്ലേ? ഷോ, എന്ത് ചെയ്യും? അവൾ എന്താ വരാത്തത്? ശ്ശെ, ഈ കുട്ടി എന്താ വരാത്തെ? വിളിച്ചിട്ടും എടുക്കുന്നില്ലല്ലോ. എന്നാ മുറി പോയെന്ന് നോക്കിയാലോ? അടുത്ത പ്രോഗ്രാം ആരംഭിക്കുന്നു. കാർത്തിക് സർ, മീനാക്ഷി മാഡം, പ്ലീസ് കം ടു ദി സ്റ്റേജ്. അയ്യോ, പ്രോഗ്രാമിൽ നിന്ന് പിന്മാറണ്ട, അത് മോശമാവും. മീനാക്ഷിയുടെ സ്ഥാനത്ത് ഞാൻ നിൽക്കാം. വാ. ഏയ്, അതൊന്നും ശരിയാവില്ല. അതേ ശരിയാവൂ, അല്ലെങ്കിൽ നാണം കെടും. വന്നേ, വാ. ഏയ്, ഏയ്, വാ ഇങ്ങോട്ട്. വിട്, കൈ വിട്. വിടാൻ. വരാൻ. മൈഥിലി, വിട്, കൈ വിടാൻ. കൈ വിടാനല്ലേ പറഞ്ഞത്? ഈ മോശമാവും. വാ. എന്താടി, ഞാൻ തട്ടിപ്പോയെന്ന് നീ വിചാരിച്ചോ? നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ഇവളിതെങ്ങനെ പുറത്തു വന്നു? നീ ആലോചിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ആരെങ്കിലും ഒന്ന് തുറന്നു തരുമോ?
എന്താ അവിടെ ഒരു ബഹളം കേൾക്കുന്നത്? ഒരു സ്ത്രീയുടെ നിലവിളിയാണല്ലോ. ആരെങ്കിലും ഈ വാഷ്റൂം ഒന്ന് തുറക്കണേ, ഞാൻ ഇതിനകത്ത് പെട്ടുപോയി. ഒന്ന് പോയി നോക്കാം. ഈ ചതിയുടെ പിന്നിലും നീയാണെന്ന് എനിക്കറിയാം. അച്ഛനും അമ്മയും അറിഞ്ഞാലേ നിന്നെ ഇവിടെ ഇട്ട് പൊരിക്കും. അതിപ്പോ വേണ്ട, ഇതിനുള്ള കണക്ക് ഞാൻ പിറകെ വീട്ടാം. അടുത്ത പ്രോഗ്രാം ആരംഭിക്കുന്നു. കാർത്തിക് സർ, മീനാക്ഷി മാഡം, പ്ലീസ് കം ടു ദി സ്റ്റേജ്. കാർത്തിക വാ. പറമേതിരി, നീ ഇപ്പൊ എവിടെയാടാ? എല്ലാ സമയത്തും എല്ലാവരെയും പറ്റിക്കാൻ ഒക്കില്ലല്ലോ. ആവശ്യമുള്ള സമയത്ത് എൻ്റർ ചെയ്താൽ മതിയെന്ന് തോന്നി. എടാ, അവനും അവളും കൂടി ഇവിടെ കിടന്ന് ഷൈൻ ചെയ്യാ. ഒരു ഡാൻസ് കളിച്ചിട്ടാണെങ്കിൽ കയ്യടിയോട് കയ്യടി. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. അവരിങ്ങനെ സന്തോഷത്തോടെ നടക്കുന്നത് കാണാനല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. നീ സമാധാനമായിരിക്കും മൈതിരി, നമുക്ക് വഴിയുണ്ടാക്കാം. ഈ ഫംഗ്ഷൻ കാർത്തിക്കിനും മീനാക്ഷിക്കും മാത്രമല്ല, ചെമ്പകമംഗലം കുടുംബത്തിന് മറക്കാനാവാത്തൊരു ദുരന്തം മാത്രമാവണം. ഞാനിവിടെ ചില പ്ലാനുകളൊക്കെ ആസൂത്രണം ചെയ്യാം. നിന്നോടത് ഞാൻ പറയാം. സൂപ്പർടാ, കലക്കി. ഓക്കെ.